കരഞ്ഞുകൊണ്ടിരുന്നവർ ചിരിക്കാൻ തുടങ്ങി, നിലവിളിച്ചവർ ആർത്തു വിളിക്കാൻ തുടങ്ങി, ഭാരപ്പെട്ടവർ നൃത്തം ചെയ്യാൻ തുടങ്ങി. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. എസ്തറിന്റെ പുസ്തകം 8-ാം അധ്യായത്തിന്റെ 15-ാം വാക്യത്തിൽ നമ്മളിങ്ങനെയാണ് കാണുന്നത്: ശൂഷൻ പട്ടണം ആർത്ത് സന്തോഷിച്ചു. എന്നാൽ ഇതേ പട്ടണത്തെക്കുറിച്ച് 3-ാം അധ്യായത്തിന്റെ 15-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നത് ശൂഷൻ പട്ടണമോ കലങ്ങിപ്പോയി എന്നാണ്. കലങ്ങിപ്പോയി, കുഴഞ്ഞുപോയി. അവരുടെ ഇടയിലുള്ള സന്തോഷം നഷ്ടപ്പെട്ടു, അവരുടെ ഇടയിലുള്ള ആനന്ദം നഷ്ടപ്പെട്ടു. ചില വേദപണ്ഡിതന്മാർ പറയുന്നത് അവർ മരവിച്ചു പോകത്തക്കവണ്ണം, അന്യോന്യം സംസാരിക്കാൻ പോലും കഴിയാതെ അവർ മൊത്തത്തിൽ തകർന്ന അനുഭവമായി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അവരെ നശിപ്പിക്കാൻ വേണ്ടി ഹാമാൻ കരുതിക്കൂട്ടിയ ചില പദ്ധതികളുടെ ഫലമായിട്ടാണ് കലങ്ങിപ്പോയത് എന്ന് നമ്മൾക്ക് കാണാൻ കഴിയും. എന്നാൽ 3-ാം അധ്യായത്തിൽ കലങ്ങിപ്പോയ അതേ ജനം 8-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് ആർത്ത് സന്തോഷിക്കുകയാണ്. ഒരു മാനുഷിക കരമല്ല കലങ്ങിപ്പോയ ആ ജനത്തെ ആർത്തു വിളിപ്പിക്കത്തക്കവണ്ണം മാറ്റിയെടുത്തത്. പ്രാർത്ഥിക്കുന്ന, ഉപവസിക്കുന്ന ഒരു ദൈവവൈദ്യന്റെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവം അവരുടെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തുകയായിരുന്നു. അവരെക്കുറിച്ച് പറയുന്നൊരു പദമുണ്ട്: ജാതികളിനോട് വ്യത്യസ്തപ്പെട്ട ഒരു ന്യായപ്രമാണമുള്ളവർ എന്നാണ് ഹാമാൻ രാജാവിൻ്റെ സന്നിധിയിൽ യഹൂദനെ കുറിച്ച് പറയുന്നത്. അതേ പ്രിയരേ, മറ്റുള്ളവരുടെ മുമ്പിൽ നമുക്ക് വ്യത്യസ്തമായ ഒരു ന്യായപ്രമാണമുണ്ട്, നമുക്ക് ജീവിത ശൈലിയുണ്ട്, നമുക്കൊരു കഷ്ടമുണ്ട്. ഏത് പ്രതിസന്ധിയുടെ നടുവിലും ആ വ്യവസ്ഥയ്ക്കകത്ത് നിന്നാൽ കലങ്ങിപ്പോയ ഏത് സാഹചര്യത്തെയും ആർപ്പുവിളിയിലേക്ക് കൊണ്ടുവരുവാൻ ഈ ദൈവം സർവശക്തനായ ദൈവമാണ്. പ്രാർത്ഥിക്കുക, ഉപവസിക്കുക, മടുത്തു പോകരുത്. ഏത് വിഷയത്തിലും നമ്മളെ തകർത്ത് കളയാൻ പിശാച് പദ്ധതിയിട്ടിറങ്ങുമ്പോൾ വിശുദ്ധീകരിക്കുന്ന ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കി നമ്മുടെ വിഷയങ്ങളെ ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥനയിൽ പോരാടുക, ഉപവസിക്കുക. ഉപവാസത്താലും പ്രാർത്ഥനയാലും ജയിക്കാൻ കഴിയാത്ത ഒരു വിഷയവുമില്ല എന്ന് നമ്മൾ ബൈബിൾ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് ഈ സമയം എന്നെ കേൾക്കുന്ന ദൈവവേദനയെ, നിങ്ങളുടെ ഹൃദയത്തിനകത്തെ സകല വേദനകളും, കലങ്ങിപ്പോയ, നിങ്ങളെ കലക്കിയത് നിങ്ങളുടെ തലമുറയുടെ വിഷയമായിരിക്കും. സ്തോത്രം. നിങ്ങളുടെ ജോലിയുടെ വിഷയമായിരിക്കും, നിങ്ങളുടെ ഭാവിയുടെ വിഷയമായിരിക്കും. ചില പ്രയാസങ്ങൾ വന്നപ്പോൾ കുടുംബത്തിനകത്ത് കലക്കമുണ്ടായി കാണും, തലമുറകളുമായി ബന്ധപ്പെട്ട് കലക്കമുണ്ടായി കാണും, സഭയിൽ കലക്കമുണ്ടായി കാണും. അതിൻ്റെ പുറകിൽ വ്യാപരിക്കുന്ന ശക്തികളെ ജയിക്കാൻ ഉപവാസവും പ്രാർത്ഥനയും മതിയായതാണ്. ദൈവമുഖത്തേക്ക് നോക്കുക. ആമേൻ. കലങ്ങിപ്പോയ അനുഭവങ്ങളിൽ നിന്ന് ആർത്തു വിളിക്കുന്ന അനുഭവങ്ങളിലേക്ക് കൊണ്ടുവരുവാൻ ഈ ദൈവം വിശ്വസ്തനാണ്. പ്രാർത്ഥനയിൽ മടുക്കരുത്. ദൈവശക്തി വ്യാപരിക്കും. ദൈവം നമ്മളെല്ലാവരും ഒരുമിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.